കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. സഹദേവനാ വിഷ്ണുമോനെ. എന്താടാ നീയൊന്ന് കുലുങ്ങിയ പോലുണ്ടല്ലോ, എന്തുപറ്റി? നിന്നെ കണ്ടിട്ടാ? എടോ, എലിയെ കണ്ടിട്ട് പുലി പഠിച്ച ചരിത്രം ഉണ്ടാ സഹദേവ? അതൊക്കെ പഴയ കഥയല്ലേ വിഷ്ണു. ഇത് ജനാധിപത്യമാ. പുലിയെ എലി ഭരിച്ചെന്നിരിക്കും. സത്യാമ്മ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, നമുക്ക് പോവാച്ചാ. മോളെ വാ. നീ എന്റെ തോളത്തേക്കൊന്ന് നോക്കടാ. പഴയ ASI സഹദേവനല്ല നിന്റെ മുന്നിൽ നിൽക്കുന്നേ. CI സഹദേവനാടാ. ശരി, CI സഹദേവൻ സാറേ, നീ നക്ഷത്രം കാണിക്കാനാണ് വന്നെങ്കിൽ വിട്ടോ. ഇതിനേക്കാൾ വലിയ നക്ഷത്രങ്ങൾ തോളത്തുള്ളവരാണ് വിഷ്ണുവിന്റെ കൂട്ടുകാര്. അപ്പൊ ശരി, നിക്കേ. നക്ഷത്രം കാണിക്കാനല്ലടാ, നിന്നെ കൊണ്ട് നക്ഷത്രം എണ്ണിക്കാനാ സഹദേവൻ വന്നിരിക്കുന്നത്. സഹദേവൻ ഈ കാക്കി യൂണിഫോം ഊരി വെച്ച് കള പറിക്കാൻ പോയിന്ന് നീ കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. നിസാരാടി അല്ല നീയും നിന്റെ അമ്മയും കൂടി എനിക്ക് തന്നത്. അതിന്ന് കരപറ്റാൻ ഇത്തിരി കഷ്ടപ്പെട്ടു. എന്നാലും സഹദേവൻ ഇപ്പൊ CI ആടാ. പിന്നെ പഴയ സ്റ്റേഷനിലേക്ക് സഹദേവൻ ഇപ്പൊ തിരിച്ചു വന്നിരിക്കാടാ, CI ആയിട്ട്. ഓ, സന്തോഷം. എന്നാ വാ വിഷ്ണു, നമുക്ക് പോയേക്കാം. എങ്ങോട്ടാ സഹദേവ? നിന്റെ കുഞ്ഞമ്മയുടെ വീട്ടിലേക്കാ? നീയേ പോവാൻ നോക്കിയേ, ഇത് സ്ഥലം വേറെയാ. നിങ്ങളെല്ലാവരും അകത്തേക്ക് പോകോ. നിക്കന്ന്, യു ആർ അണ്ടർ അറസ്റ്റ്. അറസ്റ്റോ? എന്തിന്? ഇതാ വിഷ്ണു ദൈവത്തിന്റെ ഒരു കളി എന്ന് പറയുന്നത്. ഞാനിവിടെ CI ചാർജ് എടുത്തതിന് ശേഷം ആദ്യം ലഭിക്കുന്ന പരാതി, ഫസ്റ്റ് കേസ് നിനക്കെതിരെയാ. നീ ഒരാളുടെ വീട് ആക്രമിച്ചെന്നും കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് സഹദേവൻ സാറിനോട് വലിയ പരിചയമില്ലാത്തോണ്ടാ സാറേ. സാർ ഇവിടുന്ന് പോകുമ്പോഴത്തെ അവസാനത്തെ പരാതി അത് തന്നെയായിരിക്കും. അങ്ങനെ ഒരു പരാതി വാങ്ങിച്ച് ഫയലിൽ വെച്ച് താരാട്ട് പോളാനല്ലടാ സർക്കാർ എനിക്ക് യൂണിഫോം തന്നിരിക്കുന്നത്. പിന്നെ ഈ നിമിഷം മുതല് നീ എന്റെ കസ്റ്റഡിയില്ല. ബാക്കി എന്താന്ന് വെച്ചാ ഞാൻ തീരുമാനിക്കും. സർ,
ഹോ, ഈ കാഴ്ച കാണാൻ സത്യഭാമ കൂടി ഉണ്ടാവൂന്നായിരുന്നു എന്റെ പ്രതീക്ഷ. സാരമില്ല, ഇതിനെക്കാളും വലുതൊക്കെ അവര് കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഇവനെ കൊണ്ടുവന്നേക്കേ. ആ, ഹലോ. ലോപ്പസ് മുതലാളി, നമ്മളിങ്ങെത്തി. ആ, ഇവിടുത്തെ സ്റ്റേഷനിൽ CI ഏട്ടാ. ആ, പിന്നെ വിളിച്ചതെന്താന്ന് വെച്ചാ എനിക്കൊരു 10 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. രാഘവൻ സാറേ, ഞങ്ങളോടൊന്നും തോന്നരുത്. ഇവിടുന്ന് ഔദാര്യം സ്വീകരിച്ചിട്ട് ഈ മുറ്റത്ത് കയറി കന്നന്തിരിവ് കാണിച്ചെന്ന് പറയരുത്. ഞങ്ങളോട് പറയുന്ന പണി ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഒരു കാരണവശാലും ഈ വിവരം അമ്മ അറിയരുത്. ഞാൻ പോയതുപോലെ തന്നെ ഇങ്ങ് മടങ്ങി വരും. സുസ്മിത, നിന്നോടും കൂടിയാ പറഞ്ഞത്. നിന്റെ നാവിന്നെങ്ങാനും അമ്മ ഇത് അറിഞ്ഞാ പിന്നെ എന്റെ പേരിൽ ഒരു കേസും കൂടിയാവും. നിന്നെ കൊന്നതിന്. ഇല്ല ഇല്ല വിഷ്ണുട്ടാ. ആ, അപ്പൊ ശരി മുതലാളി, ഞാൻ വീട്ടിൽ വന്ന് കണ്ടോളാം. ക്യാഷ് എടുത്ത് വച്ചേക്ക്. ആ, എന്താടാ, കഴിഞ്ഞില്ലേ? ആ, കഴിഞ്ഞു സാർ. എന്നാ കൊണ്ടുവാ. അച്ഛാ, പോയിട്ട് വരാം. വിഷ്ണുട്ടാ, വിഷ്ണു. അപ്പോ നമുക്ക് പോയേക്കാം അല്ലേ വിഷ്ണു? ആ, സർ, പ്ലീസ് സർ, എനിക്ക് ഒരേ ഒരു മണിക്കൂർ പ്ലീസ് സർ. വസുമതി ആന്റിയെ കൊണ്ട് ഞാൻ പരാതി പിൻവലിപ്പിക്കാം. എങ്ങനെ പിൻവലിപ്പിക്കുമെന്നാ? സർ, അത് വീടാക്രമണമോ വധശ്രമോ ഒന്നും ആയിരുന്നില്ല. ഒരു വീട്ടുവഴക്ക്. വിഷ്ണു ഏട്ടന്റെ അനിയത്തെ കല്യാണം കഴിച്ചിരിക്കുന്നത് വസുമതി ആന്റിയുടെ മകനാ. വാക്ക് തർക്കത്തിനിടെ ഉണ്ടായ ഒരു കൈയബദ്ധം. വസുമതി ആന്റിയുടെ മകൻ അർജുൻ ശങ്കറും ഞാനും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ഈ വസുമതി ആന്റിക്ക് ഇത് എന്തിന്റെ കേടാ? എന്നോടൊരു ഉപദേശം തേടിയിരുന്നെങ്കിൽ ഇത് വെച്ച് കളിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു വഴി പറഞ്ഞു കൊടുത്തേനല്ലോ ഞാൻ. വിഷ്ണു, പറഞ്ഞല്ലോ ഞാൻ, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ മാറ്റർ. ഇയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതങ്ങ് കോടതിയിൽ പറഞ്ഞാൽ മതി. ശാലിനി, മതി. അറസ്റ്റ് ഒന്നും പോലീസ് സ്റ്റേഷനിലൊക്കെ കേട്ടാലേ വിഷ്ണുവിന്റെ മുട്ടിടിക്കില്ല. ഇവനെ പോലെ ഒരാളുടെ മുന്നിൽ താഴാളതല്ല തന്റെ ശിരസ്. മനസ്സിലായ? വിഷ്ണു, ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോ മറ്റുള്ളവർക്ക് ധൈര്യം കൊടുക്കേണ്ടത് താനാ. അത് മനസ്സിലാക്ക്. താൻ ചെല്ല്. അവന്റെ ഒരു പ്രസംഗം പിടിച്ച് കേട്ടോ. സഹദേവ, എന്താണോ നോക്കുന്നേ? കേരള അങ്ങോട്ട് പിടിച്ച് കേട്ടോ.
വിഷ്ണു 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 ഇവളെന്തീ മുറ്റത്ത് വെക്കുന്നേ? സത്യമ്മ കണ്ടിട്ടുണ്ടാവോ? വിഷ്ണു എവിടെ? വിഷ്ണു എവിടെയെന്ന്? ആ അത് വിഷ്ണുവേട്ടൻ ഇതെന്താ ആരും ഒന്നും മിണ്ടാത്തത്? എന്താ സത്യാമ്മേ? വിഷ്ണു എവിടെയെന്ന്? വിഷ്ണുവേട്ടൻ വിഷ്ണുവേട്ടൻ സത്യാമ്മയ്ക്കുള്ള മരുന്ന് വാങ്ങിക്കാൻ പോയി. ഓ അതങ്ങ് പറഞ്ഞോ പോരായോ? സുസ്മിത പറയുന്ന ഞാൻ കരുതി. ഇയാളും അസല് കള്ളനാണല്ലോ. ആരോ വിഷ്ണുവിന്റെ പേര് വിളിക്കുന്ന കേട്ടല്ലോ. അത് വിഷ്ണുവേട്ടന്റെ കൂട്ടുകാരനായിരുന്നു അമ്മേ. ഏത് കൂട്ടുകാരൻ? കമലൻ. കമലനോ? നീ എന്താ ഭാമേ ഒരുമാതിരി പോലീസ് മുറയില്ലേ? വിഷ്ണുവിനെ ഞങ്ങൾ എന്താ ഒളിപ്പിച്ചു വെച്ചിരിക്കുവാണോ? അതല്ല രാഘവേട്ട, എനിക്ക് അവനെ ഒന്ന് കാണണമെന്ന് തോന്നുക. എന്തോ അതെ, അവൻ വന്നാൽ ഉടനെ എന്നെ ഒന്ന് വന്ന് കാണാൻ പറയണേ. അച്ഛാ ഇനി മോളെ ഇനി എന്താ? വസുമതി ആന്റി പരാതി പിൻവലിക്കാതെ അയാള് വിഷ്ണുവേട്ടനെ വിടില്ല അച്ഛാ. അതിന് വസുമതി ഞാൻ ഇനി ആന്റിയോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ആ സംഭവം ഉണ്ടായപ്പോ ഞാൻ ഉണ്ടായിരുന്നല്ലോ വിഷ്ണുവേട്ടന്റെ കൂടെ. ഇപ്പൊ ഞാനും ആന്റിയുടെ ശത്രുപക്ഷത്താ. ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ? ഒരു വഴിയുണ്ടച്ചാ. അമ്മ. ശാരദാമ്മയോ? അതെ, അമ്മയുടെ വാക്കിന് വില കൊടുക്കാറുണ്ട് വസുമതി ആന്റി. ഇനിയിപ്പോ അതേ ഉള്ളു പ്രതീക്ഷ. സഹദേവന്റെ സ്റ്റേഷന്റെ 4 ചുവരുകൾക്കുള്ളിൽ അവനെ കിട്ടിക്കഴിഞ്ഞ പിന്നെ തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടാടി വെടിക്കെട്ട്. ഇങ്ങോട്ട് ഇറങ്ങവനെ. ഇറങ്ങാശാനെ. ഇങ്ങോട്ട് ഇറങ്ങണം. ഇറങ്ങ. ഇവരുടെയൊക്കെ ആശാനാവാൻ ഏത് കളരിയിലാണോ നീ ഇവരെ എഴുത്തിനെഴുതിയത്? പറയണം. കൈയ്യട് സഹദേവ. എഴുത്തിലേക്ക് നീ എന്ത് ചെയ്യണം? കൈയിട.
സഹദേവൻ സാറേ, ഇത് സ്റ്റേഷനിൽ പുറത്തുള്ള സീനാ. സാറിനെ കാണുമ്പോ ഏറാമൂളി സല്യൂട്ട് ചെയ്യുന്ന പോലീസുകാർ മാത്രല്ല, ദേ ഈ നാട്ടുകാർ മുഴുവൻ സാക്ഷികളായിട്ടുണ്ടാവും. ഇവിടെ വെച്ച് സാറിനൊരു ക്ഷീണം ഉണ്ടായ പിന്നെ തേച്ചാലും കുളിച്ചാലും പോവില്ല. പിന്നെ ഞാൻ സ്റ്റേഷനകത്തേക്ക് തന്നെയല്ലേ വരണേ. പോരാത്തന്നെ എന്റെ കയ്യിൽ വിലം കൂട്ടിട്ടുണ്ട്. പിന്നെ എന്തിനാ സാറേ ഈ ധൃതി? പിന്നെ ഞാൻ എങ്ങനെയാണ് ഇവരുടെയൊക്കെ ആശാനായത്? ഇവരെ ഞാൻ എഴുത്തിനിരുത്തിയ കളരി സാറ് കണ്ടിട്ടില്ലേ? അപ്പൊ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയ സ്ഥിതിക്ക് സാറിന് ഞാൻ ആ കളരി കാണിച്ചു തരാം. നല്ല വിശദമായിട്ട് കാണിച്ചു തരാം. നീ എന്താ പേടിപ്പിക്കുന്നതാ? അപ്പൊ സഹദേവൻ സാർ പേടിച്ചു അല്ലേ? സഹദേവൻ സാറേ, ഈ ഷർട്ടിന്റെ കോളറിലൊക്കെ പിടിക്കുമ്പോ സൂക്ഷിക്കണം. കോളറിൽ പിടിച്ച നീ എന്തിയോടാ? ബ്രാൻഡഡ് ഷർട്ടാണ് സാറേ, അതുകൊണ്ട് പറഞ്ഞതാ. കൊണ്ടുപോടാ അവനെ. ആശാനെ, ഞങ്ങളോടൊന്നും തോന്നരുത് സാർ. അയ്യേ, എന്ത് തോന്നാൻ? കുഴപ്പമില്ല. എന്നാ നടക്കാശാനെ. എന്താണോ അവിടെ? ഇതാ കൊണ്ടുവരുന്ന ആശാനെ. സോറി സാറേ, ദേ വരുന്നു. വന്നേ പോവാ. താൻ സാല്യൂട്ട് ചെയ്ത് എന്നെയാണോ ഇവനെയാണോ? അല്ല സാർ, സാറിനെ തന്നെയാ. കൊണ്ടുപോടവനെ. അയ്യപ്പണ്ണ, ഇയാൾക്ക് എന്തിന്റെ കേടാ? പണി ഇരന്ന് വാങ്ങാൻ പോവുകയാണെന്നാ തോന്നുന്നത്. അതെ, തീക്കൊള്ളി കൊണ്ടാ തലയുറിയുന്നത്. അവനെ കൊണ്ടുപോടോ. അവനെങ്കിൽ നീങ്ങി തീർത്തേ. ആശാനെ, കോളറിലല്ല, എവിടെ പിടിക്കണമെന്ന് ഈ സഹദേവൻ തീരുമാനിക്കോടാ. നീ പറഞ്ഞ പോലെ ഇനി കളി സ്റ്റേഷനകത്താടാ. സഹദേവന്റെ സ്റ്റേഷനകത്ത്. ആ സീൻ നമുക്കങ്ങ് തുടങ്ങിയേക്കാം. അതിനു മുമ്പ് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് സീനിലേക്ക് പോയിട്ട് വരാം. തരാമെന്ന് പറഞ്ഞില്ലേ? അതെ, കള്ളു കുടിച്ചെന്റെയും ചീട്ട് കളിച്ചെന്റെയും കാശ് തന്നെ. അത് സഹദേവന് സൗകര്യമുള്ളപ്പോ അങ്ങ് തരും. ദേ, കൂടുതൽ കളിച്ചാലുണ്ടല്ലോ, നീയൊക്കെ അനധികൃത ചൂതാട്ടവും മദ്യസൽക്കാരവും നടത്തുന്നെന്ന് പറഞ്ഞ് നിന്റെയൊക്കെ ക്ലബ്ബ് പൂട്ടിക്കാൻ സഹദേവന് 10 മിനിറ്റ് മതി. മാപ്പും കോപ്പൊന്നും വേണ്ട. വൈകുന്നേരം ഞാനങ്ങ് വരും. അപ്പൊ വേണ്ടതൊക്കെ ഒരുക്കി വച്ചേക്കണം. സഹദേവന്റെ മെനു ഒക്കെ അറിയാലോ. അവന് കിട്ടാനുള്ളത് കിട്ടിയപ്പോ തൃപ്തിയായി. അടുത്ത ഇര വരുന്നുണ്ട്.